ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പൊതിയുന്ന വീഡിയോയുമായിട്ടാണ്. എൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് നമ്മൾ സമ്മാനമായി എന്തൊക്കെ കൊടുത്തു എന്ന് കാണണ്ടേ? ഓക്കെ ഫ്രണ്ട്സ്, വായോ. ഇത്തവണത്തെ ഗിഫ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് സ്കൂളിലത്തേക്ക് ആവശ്യമായ ക്രയോൺസ്, ഡ്രോയിങ് ബുക്ക്, പെൻസിൽ അങ്ങനെ അടങ്ങുന്ന ഒരു പെൻസിൽ ഡ്രോയിങ് കിറ്റ്സാണ്. അതിൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും തന്നെ അതിൽ ഉണ്ട്. പിന്നെ ഒരു ചെറിയ ബോക്സ്. ഇതുവരെ സ്കൂൾ തുറന്നപ്പോൾ പഴയ ബോക്സാണ് കൊണ്ടുപോയത്. അതിന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഞങ്ങൾ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടുപേർക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് പെൻസിൽ, പിന്നെ കുറച്ച് സ്റ്റോറി ബുക്സാണ്. ഇത് ഇംഗ്ലീഷിലുള്ള സ്റ്റോറി ബുക്സാണ്. അവർക്ക് ഇംഗ്ലീഷ് കുറച്ച് നന്നായി റീഡ് ചെയ്യാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് കുറച്ച് സ്റ്റോറി ബുക്സാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇത്രയുമാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റായിട്ട് പൊതിയാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വായോ. നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയാൽ അവർക്കത് ഉപകാരമാകും. ഒരാൾക്കുള്ള ഗിഫ്റ്റ് പൊതിഞ്ഞ് കഴിയാറായി. ഇനി ഇതുപോലെ തന്നെയാണ് മറ്റേ ആൾക്കുമുള്ള ഗിഫ്റ്റ് പൊതിയുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ പിണങ്ങും. അതുകൊണ്ടാണ് ഒരുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്നത്. കുഞ്ഞുമക്കൾക്ക് ഗിഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ കളർ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് എത്ര ചെറിയ ഗിഫ്റ്റായാലും അവർക്ക് സമ്മാനമായി നൽകിയാൽ അവർക്കത് വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കളർ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഗിഫ്റ്റുകളായി നൽകുന്നത്.
അവരുടെ അപ്പോഴുള്ള സന്തോഷം കാണാൻ വളരെ രസമാണ്. അവരുടെ ആ സന്തോഷം കാണുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷം തോന്നും. സ്കൂൾ തുറന്ന അന്ന് മുതൽ പുതിയ ബോക്സിന് വേണ്ടിയിട്ടൊക്കെ വാശി പിടിക്കുകയായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ വാശി പിടിച്ചു എന്ന് പറഞ്ഞ് ഉടനെ തന്നെ വാങ്ങിക്കൊടുക്കാറില്ല. നമുക്കെപ്പോഴാണോ സാഹചര്യം കിട്ടുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ അവർക്ക് നൽകാറുള്ളൂ. എല്ലാ കുഞ്ഞു മക്കളെയും അങ്ങനെ തന്നെ ശീലിപ്പിക്കുകയും വേണം. നമ്മുടെ ഇല്ലായ്മകളൊക്കെ അറിഞ്ഞു തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ വളരണം. എന്നാലേ അവർ നല്ല രീതിയിൽ എത്തുകയുമുള്ളൂ. സാധനം തന്നെയായാലും നമ്മൾ വാങ്ങിയാൽ അവർക്കത് ഉപയോഗമാകുന്ന സമയമാകുമ്പോൾ മാത്രം തന്നെ ആണ് ഞാൻ അവർക്ക് അത് നൽകാറുള്ളത്. അങ്ങനെ പ്രധാനമായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഞാൻ മുമ്പ് വാങ്ങിയതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റും ഇവിടെ പൊതിഞ്ഞ് കഴിയാറായി. പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം.